ഹലോ ഹായ് ഹലോ ഹായ്. വെൽക്കം ടു മൂവീസ് കപ്പിൾ. അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ 2 മൂവീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സ്പൈഡർമാനും ഒന്ന് പ്ലൂട്ടോയും. ഞങ്ങള് പ്ലൂട്ടോയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. രാവിലെ ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു തിയേറ്ററിൽ, നല്ല തിരക്ക്. അപ്പൊ ഞങ്ങൾ പ്ലൂട്ടോ കാണാനായിട്ട് ഇത്രയും ആൾക്കാരുണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ ഐ തിങ്ക് സ്പൈഡർമാൻ ആയിരുന്നു കൂടുതൽ ആൾക്കാർ. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും സ്പൈഡർമാന്റെ ബ്രേക്ക് ടൈം ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്ലൂട്ടോയ്ക്കാണ് ഇത്ര ആൾക്കാർ കൊള്ളാമല്ലോ, അടിപൊളിയാണല്ലോ എന്ന് വെച്ചാൽ തിയേറ്ററിനകത്ത് കയറിയപ്പോഴേ ഞങ്ങൾ വളരെ കുറച്ച് പേരെ ഉള്ളായിരുന്നു. കാരണം ഈ പടം അധികം സ്റ്റാർഡം ഉള്ള കാസ്റ്റോ അല്ലെങ്കിൽ ഡയറക്ടറൊന്നും ഭയങ്കര സ്റ്റാർഡം ആൾക്കാരല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയും ആൾക്കാര് കേട്ട് വേണം എത്തിപ്പെടാനായിട്ട്. അപ്പൊ നമുക്ക് റിവ്യൂയിലേക്കാണ്. ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്നത് ആദിത്യൻ ചന്ദ്രശേഖർ ആണ്. എങ്കിലും എൻ ചന്ദ്രിക എന്ന് പറയുന്ന, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതാണ് ആ മൂവി ഡയറക്ട് ചെയ്ത ഡയറക്ടറാണ്. പിന്നെ റൈറ്റേഴ്സ് നിയാസ് മുഹമ്മദ്, നിധിരാജ്, പിന്നെ അനന്തു എസ് രാജ്. ഇവര് 3 പേരും കൂടിയാണ്. അതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു കോമിക് ടൈപ്പ് ഓഫ് മൂവീസ് ആകുമ്പോഴത്തേക്കും 3 പേരുടെ ചിന്ത വേണം, അല്ലെങ്കിൽ വൺ സൈഡഡ് ആയി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എങ്ങോട്ടെങ്കിലും ഒക്കെ ആയിപ്പോകും. കാര്യം തിരക്കഥയൊക്കെ എഴുതുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത് ഒരു ഒതുക്കത്തോടുകൂടി കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയം ഇത്. അല്ലെങ്കിൽ ഇത് എങ്ങോട്ട് വേണം കാട് കയറി കൊണ്ടുപോകാൻ പറ്റും. എനിക്ക് ഐ തിങ്ക് ഒരു പരിധി വരെ അവരതിൽ സക്സസ് ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്ത ആനന്ദ് അർക്കാഡോ, പിന്നെ എഡിറ്റിംഗ്. ഈ 2 ഡിപ്പാർട്ട്മെന്റ് അടിപൊളിയാണ്. നമ്മൾ ആദ്യമത്തെ തന്നെ ആ ഒരു സീനൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും എഡിറ്റിംഗിന്റെ ഒരു ഭയങ്കര. അതെ, CG ഗ്രാഫിക്സ് വർക്ക് അടിപൊളിയാണ്. നമുക്ക് നല്ല രീതിയിൽ ഒരു കോമിക് രീതിയിലാണ് ഗ്രാഫിക്സ് കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷെ അടിപൊളിയായിട്ടാണ് അത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. നമ്മൾ ലോകയൊക്കെ തുടങ്ങുമ്പോൾ ഇൻട്രോ കാണിക്കത്തില്ല, അതുപോലെ ഒരു ഫാമിലി എന്റർടൈനർ മൂവിയാന്ന് പറയാം അല്ലേ? അതെ. നമുക്ക് പിള്ളേരുമായിട്ടൊക്കെ പോയി എല്ലാരും കൂടെ എൻജോയ് ചെയ്ത് കാണാനായിട്ട് പറ്റുന്ന ഒരു മൂവി. പിന്നെ എല്ലാവർക്കും ക്ലിക്ക് ആകണമെന്നില്ല. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു കഥയോ വലിയൊരു കഥയോ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം, ഒരു സയൻസ് ഫിക്ഷൻ കോമഡി പ്രതീക്ഷയിൽ ആരും പോകരുത്. അതെ, ഇത് ഭയങ്കര കഥ, ഇതിന് ഒരു റിയാലിറ്റിയുമായിട്ട് അത് ബന്ധമില്ലല്ലോ എന്നൊക്കെ പറയുക. അങ്ങനെ ഒരു ബന്ധമില്ല. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു കോമിക് ബുക്സ് ഒക്കെ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാധനം, ഒരു കിക്ക് ഉണ്ടല്ലോ, അത് കിട്ടുന്ന ആൾക്കാർക്ക് പോയാൽ ചിലപ്പം വർക്കൗട്ട് ആവും. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും പിള്ളേർക്കാണ് കൂടുതൽ കത്തുക. അവർക്ക് അവിടെ ഒരു ഫാന്റസി അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ അവിടെ ഒരു ഫാന്റസി വേൾഡിലേക്ക് അവരെ എത്തിക്കുന്ന. ഏലിയൻ നാട്ടിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും നാട്ടിലെ ഒരു ഇതാണ് കാണിക്കുന്നത്. അങ്ങോട്ടൊന്നും പോകുന്നില്ല, അവിടുത്തെ ഇതൊന്നും നമ്മൾ കാണുന്നില്ല കേട്ടോ. ആ ഒരു പ്രതീക്ഷയിലൊന്നും പോകണ്ട. പിന്നെ കോമഡി ചില സ്ഥലത്ത് നമുക്ക് കത്തും, ചില സ്ഥലത്ത് അത്ര നമ്മൾ ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല എന്ന് പറയുന്നത് പോലെ ചില കോമഡികൾ നല്ലോണമൊക്കെ വർക്കായിട്ടുണ്ട്. ചില കോമഡികൾ നമുക്ക് അവര് കോമഡി ചില ഡയലോഗ്സ് ഒക്കെ പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് അത്ര ചിരിക്കണോ അതോ നമ്മൾ നിർവികാരമായിട്ടായിരുന്നു അല്ലേ എഴുതുന്നത്. അത് മൊത്തം ഒരു കോമഡി എന്നുള്ള രീതിയിലാണ് ഇത് കാസ്റ്റ് ചെയ്തിരിക്കുന്നത് പോലും. നമ്മുടെ അജുവർഗീസിന് അതുകൊണ്ടാണല്ലോ ഒരു വില്ലൻ കഥാപാത്രത്തിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതുപോലും അവര് ഇച്ചിരി ഒരു കോമഡി ടൈപ്പ് ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. അജുവൊക്കെ തകർത്തല്ലേ, അജുവൊക്കെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അജുവിന് പറ്റിയ ക്യാരക്ടർ ശിക്കാരി ശംഭു. അപ്പൊ അത് ഒക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് അതിനകത്ത് ഒരു ഫൈറ്റ് സീൻ 2 വരുന്നുണ്ട്. അത് രണ്ടും ഈ പറഞ്ഞ പോലെ ഭയങ്കര കോമഡി രീതിയിലാണ് അവര് ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ഫൈറ്റ് സീന് ഭയങ്കരമായിട്ട് നമുക്ക് ചിരിക്കാനായിട്ടുണ്ട്. ഞാൻ ഒത്തിരി ചിരിച്ചു കേട്ടോ. അത് മതിമറന്ന് ചിരിച്ച ഒരു ഫൈറ്റ് സീനായിരുന്നു അത്. പിന്നെ ഈ പറയുന്ന പോലെ പാട്ടുകള് നീരജിന്റെ നമുക്ക് അറിയാലോ, ഒരു നമ്മുടെ പണിപാളി അതിന്റെ ആ ഒരു മൂഡ്, ആ ഒരു രീതിയിൽ ആ ഒരു മൂഡ് നമ്മൾക്ക് തരുന്ന രീതിയിലുള്ള പാട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഒരു ലിറിക്സ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ കണക്ട് ആകും. എന്നെ പ്രത്യേകിച്ച് പഠിക്കാത്ത മടിയന്മാരായി എന്തും ചെയ്തിട്ട് തോൽവി ഏറ്റുവാങ്ങുന്ന അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അത് കേട്ടെങ്കിൽ ഒരു തോൽവി മറ്റൊരു തോൽവിനെ കണ്ടുമുട്ടുന്നു. അതെ, അതാണ്. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ നമുക്കും വലിയ പഠിപ്പിച്ചൊന്നുമല്ല, നമ്മളും പല തോൽവിയിലൂടെ കടന്നു പോയിട്ടുള്ള ആളാണെങ്കിൽ അതിലെ പാട്ടുകളൊക്കെ നമുക്കും ഇച്ചിരി കൂടെ കണക്ട് ആവും. അപ്പം അത്രയൊക്കെ ഉള്ളൂ. നീരവ് മാധവന്റെ ഒരു നല്ല അഭിനയമായിരുന്നു. നമ്മളത്
പറഞ്ഞില്ല ആ ഓക്കെ അല്ലെ. ഓക്കെ. നീരവ് മാധവന്റെ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ്. പിന്നെ ഉള്ളത് അൽത്താഫാണ് അതിനകത്തെ ഏലിയനായിട്ട് ഏലിയനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അൽത്തഫിന്റെ പേരാണ് പ്ലൂട്ടോ എന്ന് പറയുന്നത്. കറക്റ്റ് കാസ്റ്റിംഗ് ഒക്കെ അടിപൊളിയാണ്. പക്ഷെ ചില എക്സ്പ്രഷൻസ് ചില സ്ഥലങ്ങളിലൊക്കെ ഇടുന്നത് എനിക്ക് അത്ര അങ്ങോട്ട് ഇച്ചിരി ഓവറായിട്ട് ഇട്ടു. ചിലപ്പോ ആ ക്യാരക്ടർ അങ്ങനെ വേണം. ഏലിയൻസ് ഒക്കെ ഇപ്പൊ അങ്ങനെയായിരിക്കും ചിലപ്പോൾ എക്സ്പ്രഷൻ ഇടുന്നത്. അപ്പൊ ഓരോരുത്തരുടെയും ഏലിയൻസ് ഫാന്റസി ഓരോ രീതിയിലാണ്. നമ്മൾ ഇവരെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അപ്പം അത്രയൊക്കെ ഉള്ളു പറയാനുണ്ട്. പിന്നെ കുറെ നാളായിട്ട് ഈ പറഞ്ഞ പോലെ ഫാമിലി ആയിട്ട് പടങ്ങൾ അങ്ങനെ നമുക്ക് പോകാൻ പറ്റാറില്ല. കാരണം അതുപോലത്തെ മൂവീസ് ഒക്കെ ഇറങ്ങുന്നത് പിള്ളേരെയും കൊണ്ട് പോകാനായിട്ട് പറ്റത്തില്ല നമുക്ക്. അടി ചോര ചീറ്റുന്നത് മൊത്തം അങ്ങനെ ഒരു സംഭവം ഈ മൂവിക്കകത്തില്ല. അപ്പം നമുക്ക് പിള്ളേരെയും കൊണ്ടുപോയി കാണിക്കാൻ പറ്റുന്ന ഒരു പടം, അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പോസിറ്റീവ് ഇതുണ്ട്. അത് അപ്പം ഇത്രയല്ലേ ഉള്ളൂ. വി ആർ സൈനിങ് ഓഫ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക പ്ലീസ്. ഓക്കെ, ബൈ ബൈ.